ഈ പ്രോഡക്ട്സ് ഓഫ് വെതറിങ് ആദ്യം തന്നെ പറഞ്ഞു. പ്രോഡക്ട്സ് ഓഫ് വെതറിങ് പ്രധാനമായിട്ട് രണ്ടെണ്ണമാണ്. ഒന്ന് റിഗോലിത്ത്, മറ്റൊന്ന് സോയിൽ. വെതറിങ്ങിന്റെ ഫലമായിട്ടുണ്ടാകുന്ന രണ്ട് ഉൽപ്പന്നങ്ങളാണ് റിഗോലിത്ത്, സോയിൽ. സോയിൽ നമുക്കറിയാം മണ്ണ്. റിഗോലിത്ത് എന്ന് പറഞ്ഞാൽ മാൻഡില ഓഫ് റോക്ക് ഫ്രാഗ്മെന്റ്സ് ഓഫ് വേരിയഡ് സൈസ്, വ്യത്യസ്ത കഷ്ണങ്ങളുള്ള പാറക്കഷ്ണം, വ്യത്യസ്ത പാറക്കഷ്ണങ്ങൾ, വ്യത്യസ്ത വലിപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങൾ. ലാർജ് ബോൾഡേഴ്സ് ടു ക്ലേ സൈസ് പാർട്ടിക്കിൾസ്, വലിയ പാറക്കഷ്ണങ്ങൾ മുതൽ ചെറിയ ചെറിയ കഷ്ണമായ ക്ലേ സൈസ് പാർട്ടിക്കിൾസ് വരെ ഇതിൽ ഉൾപ്പെടാം. അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ. മാൻഡില ഓഫ് റോക്ക് ഫ്രാഗ്മെന്റ്സ് ഓഫ് വേരിഡ് സൈസസ്. വെതറിങ്ങിന്റെ ഫലമായിട്ട് വലിയ പാറക്കഷ്ണങ്ങൾ പൊട്ടിയിട്ട് ഉള്ള പാറക്കഷ്ണങ്ങൾ മുതൽ ചെറിയ സിൽറ്റ്, ക്ലേ പറഞ്ഞ കളിമണ്ണ് പോലെയുള്ള ചെറിയ പദാർത്ഥങ്ങൾ വരെ ഉൾപ്പെട്ട പാറക്കഷ്ണങ്ങൾ ഒന്നിച്ചു പറയുന്ന പേരാണ് റിഗോലിത്ത്. മറ്റൊന്ന് സോയിൽ. സോയിൽ അറിയാം. സോയിൽ ഈസ് എ ലെയർ ഓഫ് അൺകൺസോളിഡേറ്റഡ് മെറ്റീരിയൽ ഓൺ ദ എർത്ത് സർഫസ് ഇൻ വിച്ച് പ്ലാന്റ്സ് ഗ്രോ. പ്ലാന്റ്സിന് വളരാൻ സഹായിക്കുന്ന അൺകൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഉറപ്പല്ലാത്ത മെറ്റീരിയലിനെ, ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന പദാർത്ഥങ്ങളെ ഒന്നിച്ചു പറയുന്ന പേരാണ് സോയിൽ. സോയിൽ ഈസ് എ ലെയർ. ഇതൊരു ലെയറാണ്, ഒരു അടരാണത്. അൺകൺസോളിഡേറ്റഡ് ആയിട്ടുള്ള, അധികം ഉറപ്പ് അല്ലാത്ത മെറ്റീരിയലാണത്. ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്നതാണ്. അത് സഹായിക്കും നമ്മളെ, പ്ലാന്റ്, മരങ്ങളൊക്കെ വളരാൻ വേണ്ടി സഹായിക്കുന്ന അടരുകൾ ആണ് സോയിൽ. സോയിലിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തെ പെഡോളജി എന്ന് പറയാം. രണ്ട് തരത്തിലുള്ള സോയിൽ ഉണ്ട്. ഒന്ന് റെസിഡ്യൂൽ സോയിൽ, മറ്റൊന്ന് ട്രാൻസ്പോർട്ടഡ് സോയിൽ. റെസിഡ്യൂൽ സോയിൽ എന്ന് പറഞ്ഞാൽ എവിടെയാണോ പാരന്റ് റോക്ക് കാണുന്നത്, എവിടെയാണോ കൺട്രി റോക്ക് കാണുന്നത്, എവിടെയാണോ യഥാർത്ഥ പാറ കാണുന്നത്, അതിൻ്റെ അവിടെ തന്നെ കാണുന്ന മണ്ണിനെ, അത് വെതറിങ്ങിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന മണ്ണ് അതിൻ്റെ സമീപത്ത് തന്നെ കാണുകയാണെങ്കിൽ അതിന് റെസിഡ്യൂൽ സോയിൽ എന്ന് പറയും. ഉദാഹരണം ലാറ്ററൈറ്റ് സോയിലൊക്കെ അതിൽപ്പെട്ടതാണ്. അതേസമയം ട്രാൻസ്പോർട്ടഡ് സോയിൽ പറഞ്ഞാൽ ഏജൻസിൻ്റെ ഫലമായിട്ട്, ജിയോളജിക്കൽ ഏജൻസിൻ്റെ ഫലമായിട്ട്, ഇറോഷണൽ ഏജൻസിൻ്റെ ഫലമായിട്ട്, വെള്ളത്തിൻ്റെ, വിൻഡിൻ്റെ, ഗ്ലാഷിയറിൻ്റെ, ഗ്രാവിറ്റിയുടെ ഒക്കെ ഫലമായിട്ട് പാറ പൊട്ടിയിട്ട് വേറെ എവിടെയെങ്കിലും നമുക്ക് സോയിൽ കാണാം. അതായത് അതിൻ്റെ സോയിലും പാരന്റ് റോക്കും തമ്മിൽ ഒരുപാട് ദൂരം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സോയിലിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്പോർട്ടഡ് സോയിൽ. ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ട് ഉണ്ടാകുന്ന സോയിലാണ് ട്രാൻസ്പോർട്ടഡ് സോയിൽ. ഇപ്പോൾ കൊളൂവിയം സോയിലിൽ പെട്ടതാണ്. ബേസ് ഓഫ് ഹിൽ സ്ലോപ്സ്, ഹില്ലിൻ്റെ സ്ലോപ്പിൽ, ബേസിൻ്റെ അടിയിൽ, കുന്നിൻ്റെ താഴെ തട്ടിൽ കിടക്കുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് വെതറിങ്, ഇറോഷനൊക്കെ ഫലമായിട്ട് താഴെ തട്ടിൽ വന്ന് വീണ് കിടക്കുക. അങ്ങനെ ഉണ്ടാകുന്ന സോയിലാണ് എന്ത്? കൊളൂവിയം. അലുവിയം നമുക്കറിയാം, നദി ഒഴുക്കിക്കൊണ്ടുവരുന്നതാണ്. സ്ട്രീമൊക്കെ ഒഴുക്കിക്കൊണ്ടുവരുന്ന സ്ട്രീമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഏജൻറ്റ്. എവോലിയൻ, വിൻഡിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വിൻഡൊക്കെ വഹിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാകുന്ന സോയിലാണ് എവോലിയൻ. അലൂവിയം സ്ട്രീമിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. കൊളൂവിയം അത് മൗണ്ടെയിൻ്റെ താഴത്തുണ്ടാകുന്നതാണ്. ഗ്രാവിറ്റിയുടെ ഒക്കെ ഫലമായിട്ട് മൗണ്ടെയിൻ്റെ താഴത്തുണ്ടാകുന്നതാണ് കൊളൂവിയം സോയിൽ. ഇതൊക്കെ ട്രാൻസ്പോർട്ടഡ് സോയിലാണ്. അടുത്തത് സോയിൽ പ്രൊഫൈൽ ആൻഡ് സോയിൽ ഹൊറൈസൺസ്. ഒരു ചിത്രമുണ്ട്. ആ ചിത്രം നന്നായിട്ട് നോക്കിയിട്ട് വരയ്ക്കാൻ ശ്രമിക്കണം. എന്തായാലും നമ്മുടെ എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സോയിൽ പ്രൊഫൈൽ ആൻഡ് സോയിൽ ഹൊറൈസൺസ്. ഒരു ടിപ്പിക്കൽ സോയിൽ പ്രൊഫൈലിൻ്റെ ചിത്രമാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്കറിയാം അധികം അത് റെസിഡ്യൂൽ സോയിലായിരിക്കും. റെസിഡ്യൂൽ സോയിലാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് സോയിൽ പ്രൊഫൈൽ കാണുന്നത്. നമ്മളിപ്പോൾ ഏതെങ്കിലും പ്രദേശത്ത് യഥാർത്ഥ ഉറച്ച പാറ കിട്ടുന്നത് വരെ നമ്മൾ താത്തുകയാണെങ്കിൽ, വെർട്ടിക്കലായിട്ട് നമ്മൾ താത്തുകയാണെങ്കിൽ കാണുന്ന സ്ട്രക്ചറാണ് ഈ സോയിൽ പ്രൊഫൈൽ. ഒരു ടിപ്പിക്കലായിട്ടുള്ള സോയിൽ പ്രൊഫൈലാണ് നമ്മുടെ പുസ്തകത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഓരോ ലെയറുകളും തമ്മിൽ, ഓരോ അടരുകളും തമ്മിൽ കളറിൻ്റെ കാര്യത്തിൽ, സോയിൽ ടെക്സ്ചറിൻ്റെ കാര്യത്തിൽ, സോയിൽ സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ കാണുന്ന വ്യൂവിൽ ഒക്കെ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ അടരുകളെ നമുക്ക് സോയിൽ ഹൊറൈസൺസ് എന്ന് പറയാം. സോയിൽ പ്രൊഫൈൽ കാണുന്ന വ്യത്യസ്ത മണ്ണിൻ്റെ അടരുകളെ സോയിൽ ഹൊറൈസൺസ് എന്ന് പറയാം. ഈ സോയിൽ ഹൊറൈസൺസ് തമ്മിൽ കളറ് തമ്മിലും സോയിൽ സ്ട്രക്ചർ തമ്മിലും ഒക്കെ പല വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഈ ഓരോ ലെയറുകൾ തമ്മിൽ ഫിസിക്കലായിട്ടും കെമിക്കലായിട്ടും
അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പ്രധാനപ്പെട്ട സോയിൽ ഹൊറൈസണുകളാണ്: ഒന്ന് ഒ ഹൊറൈസൺ, രണ്ട് എ ഹൊറൈസൺ, മറ്റൊന്ന് ഇ ഹൊറൈസൺ, മറ്റൊന്ന് ബി ഹൊറൈസൺ, വേറൊന്ന് സി ഹൊറൈസൺ, മറ്റൊന്ന് ഡി ഹൊറൈസൺ. ഇതാണ് പ്രധാനമായിട്ടുള്ള ഹൊറൈസൺസ്. പുസ്തകത്തിൽ കാണുന്ന ചിത്രം നന്നായിട്ട് നോക്കുക. അത് ഒരു വെർട്ടിക്കലായിട്ടുള്ള ഒരു ഭാഗം നമ്മൾ ഉറച്ച പാറയുള്ള ഭാഗം വരെ വെട്ടിയാൽ കിട്ടുന്ന ഒരു ചിത്രമാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. ഏറ്റവും അടിയിൽ നോക്കൂ, ഉറപ്പുള്ള പാറ, അതിനെ പറയും ബെഡ് റോക്ക് എന്ന് പറയും. ബെഡ് റോക്ക്, അതാണ് ഡി ഹൊറൈസൺ, ബെഡ് റോക്ക്. അതിന്റെ മുകളിൽ കാണുന്നത് സി ഹൊറൈസൺ, അതിന്റെ മുകളിൽ കാണുന്നതാണ് സി ഹൊറൈസൺ. അപ്പോൾ ചെറിയ ആയിട്ടുള്ള ചെറിയ കഷ്ണങ്ങളൊക്കെ ഉള്ള പാറകളാണ് ഹൊറൈസൺ. അതിന്റെ മുകളിൽ ബി ഹൊറൈസൺ, അതിന്റെ മുകളിൽ ഇ ഹൊറൈസൺ, അതിന്റെ മുകളിൽ എ ഹൊറൈസൺ, മറ്റൊന്ന് ഒ ഹൊറൈസൺ. ഈ ഒ ഹൊറൈസണിൽ പ്രധാനമായിട്ടും വെജിറ്റബിൾ മാറ്ററാണ് ഉണ്ടാവുക, ഓർഗാനിക് മാറ്ററാണ് ഉണ്ടാവുക. അത് പ്രധാനമായിട്ടും അപ്പർമോസ്റ്റ് ലെയറാണ് ഈ എ ഹൊറൈസൺ. എ ഹൊറൈസണിൽ കാണുന്ന, അതിന് മുകളിൽ കാണുന്ന വെജിറ്റബിൾ മാറ്റർ മാത്രമുള്ള ആ ഭാഗമാണ് ഒ ഹൊറൈസൺ. അപ്പർമോസ്റ്റ് ലെയറാണ് ശരിക്കും എ ഹൊറൈസൺ എന്ന് പറയാം. എ ഹൊറൈസന്റെ മുകളിൽ കാണുന്ന ഒരു കറുത്ത അധികം ജൈവാംശമുള്ള ഭാഗമാണ് ഒ ഹൊറൈസൺ. ഇതിലെ ആദ്യ ഭാഗത്ത്, മുകൾ ഭാഗത്ത് നമുക്ക് ടോപ്പ് സോയിൽ എന്ന് വിളിക്കാം. അതിൽ പ്രധാനമായിട്ടും ഓർഗാനിക് മാറ്ററാണ് ഉണ്ടാവുക, മിനറൽസ്, ധാതുക്കൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഏറ്റവും മുകളിൽ കാണുന്ന ഏറ്റവും വളക്കൂറുള്ള ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള ഭാഗത്തെ നമുക്ക് പറയാം ടോപ്പ് സോയിൽ എന്ന് പറയാം. ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്നതിനെ ടോപ്പ് സോയിൽ എന്ന് പറയാം. ഓർഗാനിക് മാറ്റർ അതിലും ഉണ്ടാവുക. പിന്നെ ഡാർക്ക് കളറായിരിക്കും. ഓ ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അത് ടോപ്പ് മോസ്റ്റ് ലെയർ, ഏറ്റവും ടോപ്പ് മോസ്റ്റ്. മറ്റു ടോപ്പ് സോയിൽ പറയാം ടോപ്പ് മോസ്റ്റ് ആയിട്ട്. ഈ ടോപ്പ് സോയിലിന്റെ മുകളിൽ കാണുന്ന ഓർഗാനിക് മാറ്റർ കൂടുതലുള്ള ബ്രൗൺ ബ്ലാക്ക് കളറിൽ കാണുന്ന ഭാഗത്തെ ഓ ഹൊറൈസൺ എന്ന് പറയാം. ഓ ഹൊറൈസൺ. അപ്പൊ അപ്പർ മോസ്റ്റ് ലെയറിനെ എ ഹൊറൈസൺ എന്ന് പറയാം. എ ഹൊറൈസന്റെ മുകളിൽ കാണുന്ന ഭാഗമാണ് ഓ ഹൊറൈസൺ. ഇത് ടോപ്പ് മോസ്റ്റ് ലെയർ ആണ്. അതിൽ ഓർഗാനിക് മാറ്ററും ആണ് ഉണ്ടാവുക. ബ്രൗൺ ബ്ലാക്ക് കളറിലാണ് അത് കാണപ്പെടുന്നത്. അപ്പോൾ ഓ ഹൊറൈസൺ പറഞ്ഞു, എ ഹൊറൈസൺ എന്താന്ന് പറഞ്ഞു. ഇനി മുകളിൽ നിന്ന് വെള്ളമൊക്കെ വീഴുന്നതിന്റെ ഫലമായിട്ട് ഇതിലുള്ള പദാർത്ഥങ്ങൾക്കൊക്കെ പിന്നെ എന്താ പറയുക, ലയിച്ചു ചേരുന്നതിന്റെ സ്വഭാവത്തിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെ ലയിച്ചു ചേരുന്ന പ്രവർത്തനമൊക്കെ നടക്കും. അതാണ് സോൺ ഓഫ് ലീച്ചിങ് എന്ന് പറയുന്നത്. സോൺ ഓഫ് ലീച്ചിങ് എന്ന് പറയുന്ന പ്രവർത്തനം അതാണ്. അത് ഈ ഹൊറൈസണിലാണ് നടക്കുന്നത്. മുകളിൽ വെള്ളം ഒക്കെ വീഴുമ്പോൾ പിന്നെ ഇതിനുള്ളിലേക്ക് ഇൻഫിൽറ്റർ ചെയ്യും. അങ്ങനെ ഈ പല പദാർത്ഥങ്ങളും ലയിച്ചു ചേരും. അങ്ങനെ ലയിച്ചു ചേരുന്ന ആ പദാർത്ഥത്തെ ആ പ്രവർത്തനത്തെ പറയുന്ന പേരാണ് ലീച്ചിങ്. ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് സോയിൽ മെറ്റീരിയൽ ത്രോ സൊല്യൂഷൻ. സൊല്യൂഷന്റെ ഫലമായിട്ട് സോയിൽ മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുക. ഓർ അതർ മീൻസ് ഫ്രം ദ സോയിൽ ഹൊറൈസൺസ് ബൈ പെർക്കുലേറ്റിംഗ് വാട്ടർ ഈസ് ടെക്നിക്കലി കാൾഡ് ലീച്ചിങ്. ആ പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് ലീച്ചിങ്. ലീച്ചിങ് നടക്കുന്ന ആ ഭാഗമാണ് ഈ ഹൊറൈസൺ. അങ്ങനെ അതിന് തൊട്ട് താഴെ കാണുന്ന എ ഹൊറൈസന് താഴെ കാണുന്ന അല്ലെങ്കിൽ ഈ ഹൊറൈസന് താഴെ കാണുന്ന ഭാഗമാണ് ബി ഹൊറൈസൺ. ഇറ്റ് ഈസ് ആൾസോ നോൺ എസ് സബ് സോയിൽ. ഇതിനെ വിളിക്കുന്നവരാണ് സബ് സോയിൽ. എ ഹൊറൈസനിൽ നിന്നും ചില പദാർത്ഥങ്ങളെ റിമൂവ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ലീച്ചിങ്ങിന്റെ പ്രവർത്തന ഫലമായിട്ട് ഇവ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്യും, അക്യുമുലേറ്റ് ചെയ്യും. ഈ നീക്കം ചെയ്യപ്പെടുന്ന ഭാഗം ആ ഹൊറൈസൺ ആണ് ഈ ഹൊറൈസൺ എന്ന് പറയുന്നത്. ലീച്ച് ചെയ്യുന്ന പ്രവർത്തനം നടക്കുന്ന ഭാഗം. ലീച്ചിങ് അക്യുമുലേറ്റ് ആൻഡ് ഗെറ്റ് ഡെപ്പോസിറ്റഡ് വിത്തിൻ ദിസ് ഹൊറൈസൺ ആൻഡ് ദ ടേം ഈ ഹൊറൈസൺ ഈസ് given for this layer, which is composed of light colored material resulting from leaching. ലീച്ചിങ് എന്ന് പറഞ്ഞ പ്രവർത്തനം നടക്കുന്ന ഭാഗമാണ് ക്ലേ, കാൽസ്യം, മെഗ്നീഷ്യം, അയേൺ. The lower horizons A horizon and E horizon makes up the zone of leaching. A horizonum E horizonum കൂടി ചേർന്നിട്ടാണ് zone of leaching എന്ന് പറയുന്ന ഭാഗമുള്ളത്. ഈ ഭാഗത്ത് ക്ലേയും അയൺ ഓക്സൈഡും സിലിക്കയും കാർബണേറ്റും കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇവിടെയാണ് സോൺ ഓഫ് അക്യുമുലേഷൻ നടക്കുന്നത്.
ഈ ബാക്കിയുള്ള സാധനങ്ങൾ അടിഞ്ഞുകൂടുന്നത്, ലയിച്ചു ചേർന്ന പദാർത്ഥം മാറ്റി ചേർക്കപ്പെടുന്ന പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടുന്ന ഭാഗമാണത്. സി ഹൊറൈസൺ ഈസ് ലൊക്കേറ്റഡ് ബിലോ ബി ഹൊറൈസൺ. ബി ഹൊറൈസണിന് താഴെ കാണുന്ന ഭാഗമാണ് സി ഹൊറൈസൺ. ഇത് പാർഷ്യലി വെതേർഡ് ആയിട്ടുള്ള ഭാഗമാണ്. പാർഷ്യലി വെതേർഡ് ആയിട്ടുള്ള ഭാഗമാണ് ബെഡ് റോക്ക് ആണ് സി ഹൊറൈസൺ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാരന്റ് സോളിഡ് ആയിട്ടുള്ള വെതേർഡ് ആയിട്ടുള്ള ഭാഗമാണ് ഡി ഹൊറൈസൺ. അപ്പൊ ഒന്നുകൂടി പറയാം, അൺവെതേർഡ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള പാരന്റ് റോക്കാണ് ഡി ഹൊറൈസൺ. കുറച്ച് വെതറിംഗ് ഒക്കെ നടന്നിട്ടുള്ള പാറക്കഷ്ണങ്ങൾ കൂടിയിട്ടുള്ള ഭാഗമാണ് സി ഹൊറൈസൺ. പിന്നെ നമുക്ക് ഓ ഹൊറൈസൺ എന്താന്ന് പറയാം. ഓ ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ മാറ്റർ മാത്രം, ജൈവാംശമുള്ള ഭാഗമാണ്. ഏറ്റവും ഫലഭൂയിഷ്ടമായ ജൈവാംശമുള്ള ടോപ്പസ്റ്റ് ഏറ്റവും മുകളിൽ കാണുന്നതാണ് ഓ ഹൊറൈസൺ. തൊട്ട് താഴെയുള്ള ഭാഗമാണ് എ ഹൊറൈസൺ. എ ഹൊറൈസണിൽ വെജിറ്റബിൾ മാറ്ററും ഉണ്ടാവും, മിനറൽസും ഉണ്ടാവും. ഇതിന്റെ ഫലമായിട്ട് മുകളിൽ നിന്ന് വെള്ളമൊക്കെ വന്ന് താഴത്തേക്ക് വന്നിട്ട് ലീച്ചിങ് എന്ന് പറയുന്ന പ്രവർത്തനം നടക്കുന്ന ഭാഗമാണ്, സോൺ ഓഫ് ലീച്ചിങ് എന്ന് പറയുന്ന പ്രവർത്തന ഭാഗമാണ് ഈ ഹൊറൈസൺ. ഈ ഹൊറൈസന് താഴെ ബി ഹൊറൈസൺ, ഈ മാറ്റപ്പെടുന്ന വസ്തുക്കളൊക്കെ അടിഞ്ഞുകൂടുന്ന ഭാഗമാണത്. അങ്ങനെ ഒ, സി, ബി, ഇ, എ, ഒ ഹൊറൈസണുകളുണ്ട്. ഈ ഹൊറൈസണുകളെ കുറിച്ച് മനസ്സിലാക്കുക. ഇതൊരു ടിപ്പിക്കൽ ആയിട്ടുള്ള എല്ലാ സ്ഥലത്തും നമ്മുടെ വീട്ടിൽ നമ്മൾ ഏതെങ്കിലും ഒരു പറമ്പിൽ നമ്മൾ ഇങ്ങനെ വെട്ടിയാൽ ഇതേപോലെ എല്ലാ ഹൊറൈസണും കണ്ടുകൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഹൊറൈസണിൽ ഇത്രയും അടരുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ടിപ്പിക്കൽ സോയിൽ പ്രൊഫൈൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.